നമസ്കാരം. ഞാൻ ഇന്നലെ ഗൂഗിളിൽ തപ്പിപ്പോകുന്ന സമയത്ത് കണ്ടൊരു കാര്യം എന്നെ വളരെയധികം മാനസികമായിട്ട് വിവശനാക്കി മാറ്റി. ഗൾഫ് രാജ്യങ്ങൾ, എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയുടെ ബേസുണ്ട്. അവരുടെ യുദ്ധസന്നാഹത്തിന് വേണ്ടുന്ന കാര്യങ്ങളുണ്ട്, അവരുടെ സൈനികരുമുണ്ട്. അത് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തല കറങ്ങിപ്പോയത്. നമസ്കാരം. ഇപ്പോൾ ഇവിടെ പശ്ചിമേഷ്യയിലെ യുദ്ധം നടക്കുകയാണല്ലോ. പാശ്ചാത്യ ശക്തികൾ പൗരസ്ത്യ ശക്തികളോട് ഏറ്റുമുട്ടുകയാണ് ചെയ്യുന്നത്. ആത്യന്തികമായിട്ട് അതാണ് രീതി, അതാണ് അതിൻ്റെ സത്യം, യാഥാർത്ഥ്യം. നമ്മളതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തതാണ്. പാശ്ചാത്യ ലോകത്ത് അമേരിക്കയിലോ ബ്രസീലിലോ മെക്സിക്കോയിലോ അർജൻറ്റീനയിലോ കൊളംബിയയിലോ അതല്ലെങ്കിൽ ബ്രിട്ടനിലോ ഫ്രാൻസിലോ യൂറോപ്പിൽ മൊത്തത്തിൽ അവിടെ എവിടെയും യുദ്ധങ്ങളില്ല. യുദ്ധത്തിൻ്റെ പടനിരപ്പ് പശ്ചിമേഷ്യയാണ്. അത് കാലം കുറേയായി. ഇറാഖ് യുദ്ധം, ഗൾഫ് യുദ്ധം, അതുപോലെ ഇപ്പോൾ ഉക്രൈനിലെ യുദ്ധം, റഷ്യ ആണ് അതിൻ്റെ ഒരു ഭാഗത്ത്, ഇസ്രായേലിലും പലസ്തീനിലും യുദ്ധം, യമനിലെ യുദ്ധം, അതുപോലെ ലെബനനിൽ, സിറിയയിൽ, അതുപോലെ തന്നെ ഇപ്പോൾ ഇറാനിൽ, കുവൈറ്റിലെ യുദ്ധം ഉണ്ടായി. ഇതിൻ്റെയൊക്കെയും പിന്നണി മാക്സി ഡ്രൈവിംഗ് നടത്തുന്നത് അമേരിക്കയാണ്. അവരുടെ സഖ്യകക്ഷികളാണ്. ഏഷ്യയിൽ അസ്ഥിരത ഉണ്ടാക്കുക, അതിന് വിട്ട് അവർക്ക് യാതൊരു ഉദ്ദേശ്യവുമില്ല. അതിൽ എന്നെ അമ്പരിപ്പിച്ച കാര്യം, ഇങ്ങനെയുള്ള പാശ്ചാത്യർക്ക് അവരുടെ യുദ്ധസന്നാഹത്തിന് കാരണം ഭൂഗോളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ഗോളം, അതിൻ്റെ ഈ അറ്റത്താണ് അമേരിക്ക, ഈ അറ്റത്താണ് ഏഷ്യ, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ. അതുകൊണ്ട് അവർക്ക് അവിടുന്ന് പറന്ന് വന്നിട്ട് ഇവിടെ ഒന്ന് യുദ്ധം ചെയ്യാൻ കഴിയില്ല. തങ്ങളുടെ ആൾക്കാരോട് തന്നെ യുദ്ധം ചെയ്യാൻ, മുമ്പ് പറഞ്ഞ രാജ്യങ്ങളോട് യുദ്ധം ചെയ്യാൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഏതെങ്കിലും കോടാലി കൈകൾ ആവശ്യമാണ്. വനം വെട്ടാൻ വേണ്ടിയിട്ട് മഴു മാത്രം പോരാ, മഴുത്തായയും വേണം. അതാണ് മരത്തിൻ്റെ രാജാവ്, രാജാവ് പറഞ്ഞത്, നമ്മുടെ കൂട്ടത്തിൽ ഒരുവൻ അവരയിലുണ്ടാവും. നോക്കിയപ്പോൾ ശരിയാണ്, കോടാലി കൈ മരം കൊണ്ടാ. ഇതുപോലെ എന്നെ അതിശയിപ്പിച്ച കാര്യമാണ് ഗൾഫ് രാജ്യങ്ങളിൽ എല്ലായിടത്തും, എണ്ണിപ്പറയുകയാണെങ്കിൽ കുവൈറ്റിൽ, ബഹ്റൈനിൽ, ഖത്തറിൽ, UAE-യിൽ, അതുപോലെ തന്നെ ഒമാനിൽ, അതുപോലെ സൗദിയിലൊക്കെ അമേരിക്കക്കാരുടെ ബേസുണ്ട്. അവിടെ എല്ലായിടത്തും അവരുടെ സൈനികർ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. അവിടെ എല്ലായിടത്തും അവരുടെ ഫൈറ്റർ ജെറ്റുകളുണ്ട്, അവരുടെ ബോംബർ വിമാനങ്ങളുണ്ട്, അവരുടെ വെടിക്കോപ്പുകളുമുണ്ട്. എന്താ ഇങ്ങനെ? ഞാൻ ഒരുപാട് ആലോചിച്ചു, പലരോടും ചോദിച്ചു. പലരും അതിന് മറുപടി പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. പലരും മറുപടി പറഞ്ഞു. അതിലൊരാൾ പറഞ്ഞാണ്, ഒക്കെയും കോടാലിക്കൈകൾ തന്നെ. ഇസ്രായേൽ ഇറാൻ സംഘർഷം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നോ മറ്റോ UAE അതിൻ്റെ പ്രസിഡന്റ് അദ്ദേഹം ഇറാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് കണ്ടു. ഇതുപോലെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ പലതും ഇറാന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതേ രാജ്യങ്ങളിൽ മധ്യപൂർവദേശ മേഖലകളിൽ യുദ്ധവിമാനങ്ങളുണ്ട്. ആരുടെ? അമേരിക്കക്കാരുടെ.
പടക്കപ്പലുകളുണ്ട്. ആരുടെ? അമേരിക്കയുടെ. ഇപ്പോൾ അമേരിക്കയ്ക്ക് ഈ മേഖലയിൽ 19 കേന്ദ്രങ്ങളിലായിട്ട് ഏകദേശം 1,50,000 സൈനികരുണ്ട്. അതിൻ്റെ കാവലാളുകളായിട്ടാണ്. കൂടുതൽ ആൾക്കാർ വരണമെങ്കിൽ അവരുടെ സൂപ്പർ സോണിക് ജെറ്റിനകത്ത് 4-5 മണിക്കൂറിനകത്ത് എത്ര ആൾക്കാർ വേണം, അത്ര ആൾക്കാരെ കൊണ്ടുവരാം. ഈ 19 രാജ്യങ്ങളിൽ നിങ്ങൾക്കറിയാവുന്ന രാജ്യങ്ങളുണ്ട്. ഇറാഖിൽ ബേസുണ്ട്. ബഹ്റൈനിൽ അവരുടെ യുദ്ധവിമാനങ്ങളും അവരുടെ സർവ്വസന്നാഹത്തോടും കൂടിയിട്ടുള്ള പടയാളികളുമുണ്ട് അമേരിക്കയുടെ. ഈജിപ്തിലുണ്ട്, ജോർദാനിലുണ്ട്, കുവൈത്തിലുണ്ട്, ഖത്തറിലുണ്ട്, സൗദി അറേബ്യയിലുണ്ട്, UAE-യിലുമുണ്ട്. അവിടേക്ക് സ്ഥിരം കേന്ദ്രങ്ങളാണ്. കുവൈറ്റിൽ 5 കേന്ദ്രങ്ങളാണുള്ളത്. അവിടെ എല്ലായിടത്തും ചേർത്ത് 13,500 സൈനികർ അവിടെ സ്ഥിരതാമസമാണ്. ഈ മധ്യേഷ്യയിലെ അമേരിക്കയ്ക്കുള്ള ഏറ്റവും വലിയ ബേസ്, എയർ ബേസ്, അത് ഖത്തറിലാണ്. ഖത്തർ അൽ ഉദൈദ് എയർ ബേസ്. അവിടെ 10,000 സൈനികരുണ്ട്. ഒരുപാട് പോർ വിമാനങ്ങളുണ്ട്, ബോംബറുകളുണ്ട്. അതിൽ B-52, F-15, F-16, ഇതിൽ F-16, F-15 ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അത് മേജർ യുദ്ധവിമാനങ്ങളാണ്, ഫൈറ്റർ വിമാനങ്ങളാണ്, ബോംബറുകളാണ്. ഇങ്ങനെ 100 കണക്കിന് പോർ വിമാനങ്ങളും ഈ ബേസിലുണ്ട്. UAE-യിൽ നമ്മൾ പറയുന്ന ദുബായ്, അബുദാബി 3,500 സൈനികർ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവിടെ 1, 2, 3 എന്ന് പറയുമ്പോൾ യുദ്ധം ചെയ്യാൻ ഏത് രാവും പകലും അവര് ഒരുക്കത്തോടിയിട്ടാണ് നിൽക്കുന്നത്. ഇറാഖിൽ 2,500. ഇങ്ങനെയാണ് അമേരിക്കൻ സൈനികരുടെ എണ്ണം. അതിനേറ്റക്കുറിച്ചിലൊക്കെ ഉണ്ടാകും. ഇപ്പം ഈ അടുത്ത കാലത്ത് കേട്ടത്, അവിടെ ഇറാൻ യുദ്ധം ആരംഭിച്ച സമയത്ത് അവർക്ക് കയ്യെത്താ ദൂരത്താണ് ഈ എയർ ബേസുകളൊക്കെ ഉള്ളത്, അഥവാ അമേരിക്കയുടെ ബേസ് ഉള്ളത്. ഇറാൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കൈകൊണ്ട് ബോംബെറിഞ്ഞ് മിസൈലിൻ്റെ ആവശ്യമില്ല, അത്ര അടുത്താണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബേസുകളിൽ നിന്ന് ആവശ്യമായിട്ടുള്ള കുറേ വാച്ച്മാൻ പ്രകൃതി രൂപത്തിലുള്ള കുറേ സൈനികരെ മാത്രം നിർത്തി ബാക്കിയുള്ളവരെ പിൻവലിച്ചു എന്നാണ് അറിയുന്നത്. ബഹ്റൈനിലുണ്ട്. ബഹ്റൈനിൽ 9,000 സൈനികരാണ് ഉള്ളത്. അവിടെയും ഏറ്റക്കുറച്ചിൽ ചിലപ്പോൾ 10,000 ആവാം, ചിലപ്പോൾ 8,000 ആകാം. അമേരിക്കൻ നാവികസേനയുടെ 5ാം ഫ്ലീറ്റിൻ്റെ കേന്ദ്രമായ ഇവിടെ നിന്നാണ് ചെങ്കടല്, പേർഷ്യൻ ഗൾഫ്, അറബിക്കടൽ എന്നീ സ്ഥലങ്ങളിലേക്കുള്ള വിമാനവാഹിനി കപ്പലുകൾ, അവരുടെ മുങ്ങിക്കപ്പലുകൾ, മിസൈൽ വേദ കപ്പലുകൾ ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. അവർക്ക് അമേരിക്കയിൽ നിന്ന് പറ്റില്ലല്ലോ. അതായത് അമേരിക്ക എന്നത് എളുപ്പമല്ലല്ലോ. അമേരിക്കയിൽ നിന്ന് നേരിട്ട് വന്ന് ഇവിടെ യുദ്ധം ചെയ്തിട്ട് ബോംബിട്ട് തിരിച്ച് അവർക്ക് പോകാനുള്ള ഫ്ലൈറ്റൊന്നും അവരുടെ കയ്യിലില്ല. അത്രയും ദൂരം നിർത്താതെ പറക്കാൻ കഴിയുന്ന ഫ്ലൈറ്റില്ല. ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, ഇവിടെ ചില ക്യാമ്പുകൾ ഉണ്ടാക്കുന്നു. അതിൽ നമ്മളുടെ ഇന്ത്യയുടെ അങ്ങ് തെക്കേ അറ്റത്ത് കടലിൽ, ഇന്ത്യയിൽ നിന്നും കടലിൽ കടന്ന് കടലിൻ്റെ കുറേ പോകണം, ഒരുപാട് ദൂരം പോകണം, 1000 കിലോമീറ്റർ എന്തോ അറിയില്ല. അവിടെ ഡീഗോ ഗാർഷ്യ എന്ന് പറഞ്ഞ ദ്വീപുണ്ട്. അത് ഇവരുടെ താവളമാണ്. നാളെ ഇന്ത്യയുടെ എന്തെങ്കിലും ഇന്ത്യ എന്ന് ചൊറിയണം തോന്നിക്കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് ചൊറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡീഗോ ഗാർഷ്യ എന്ന് ചൊറിയും. അതുപോലെ ഗൾഫ് രാഷ്ട്രങ്ങൾ ഓരോരുത്തരും അവര് ബേസ് അനുവദിച്ചിരിക്കുകയാണ്. ഞാൻ ആലോചിച്ചു പോയത്, പണ്ടൊരു രാജ്യം ഉണ്ടായിരുന്നു, കുറേ രാജ്യങ്ങൾ നമ്മുടെ നാട്ടിലാണ്. തിരുവിതാംകൂർ, കൊച്ചി, വള്ളുവനാട്, കോഴിക്കോട്, സാമൂതിരി,
ഇങ്ങനെ കുറേ നാട്ടുരാജ്യങ്ങൾ, ചെറുതും വലുതായിട്ടുള്ള നാട്ടുരാജ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഈ നാട്ടുരാജ്യത്തെ കൊഞ്ഞനം കാണിച്ചാൽ ഈ നാട്ടുരാജ്യത്തിന് ശക്തി കുറവാണെങ്കിൽ എന്ത് ചെയ്യും? ബ്രിട്ടീഷുകാരെ വിളിക്കും, ഞങ്ങൾക്ക് രക്ഷ തേണ്ടെന്ന്. ഓ, ഞങ്ങൾ രക്ഷ തരാമല്ലോ. അവിടെ കയറി പിടിച്ചു. തിരുവിതാംകൂറിന് കൊച്ചി എന്തെങ്കിലും വിധത്തിൽ പ്രകോപനം ഉണ്ടാക്കിയാൽ തിരുവിതാംകൂറും ഇപ്പുറത്ത് കൊച്ചിയും അവർ പോർച്ചുഗീസുകാരെ വിളിക്കും, ബ്രിട്ടീഷുകാരെ വിളിക്കും. അവസാനം ഞാൻ സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യം ചോദിക്കുകയാണ്, അവസാനം എന്തായി? ഇന്ത്യ അവരുടെ കയ്യിലായി. അവസാനം സ്വാതന്ത്ര്യ സമരം, ലഹള പ്രശ്നങ്ങൾ, വിഭജനം ഒക്കെ നടന്നു. തങ്ങളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇറാഖ് തങ്ങളുടെ സ്വയരക്ഷ ഇറാനിൽ നിന്ന്, അതിനുവേണ്ടി ഇറാഖിൽ സ്ഥലം കൊടുത്തു, നിങ്ങൾ ഇവിടെ വന്ന് നിന്നോ അമേരിക്കയോട്. അങ്ങനെ അമേരിക്ക ഇറാഖിൽ വന്നു. ഇതേപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളും അവർക്ക് താവളം കൊടുത്തിരിക്കുകയാണ്. കുറുക്കന് കോഴിക്കൂട്ടിൽ താവളം. കോഴികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറുക്കനെ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ മുഴുവൻ. ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്ന സ്ഥലങ്ങളാണ്. ഖത്തർ ഇറാനുമായിട്ട് നല്ല സ്നേഹത്തിലാണ്. അവരോട് പറഞ്ഞിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. UAE ഇറാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ മേഖലയിലൊരു പ്രശ്നം ഉണ്ടായാൽ പ്രശ്നം തീർപ്പുകാരനായിട്ടുള്ള ലോക പോലീസിന് സ്ഥലവും അനുവദിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു കാലം ആ വഞ്ചിയിലും ഒരു കാലം ഈ വഞ്ചിയിലും. അവനവൻ്റെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണം, അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ പരിപാടിക്ക് എന്താ പറയുക? ഇങ്ങനെ കമ്പ് പിടിച്ചിട്ട് ഇവിടെയും തീ കൊടുക്കുന്നു, ഇവിടെയും തീ കൊടുക്കുന്നു. അവസാനം ഈ തീ ഇങ്ങനെ കത്തി ഇവിടെ വരെ വരും, ഈ തീയും കത്തി ഇവിടെ വരെ വരും. അവസാനത്തിൽ ഉണ്ടാവും അവനവൻ്റെ ശരീരം കത്തും, വിരൽ കത്തും. നാവികസേനയുടെ 5ാം ഫ്ലീറ്റ്, 7th ഫ്ലീറ്റ് എന്റർപ്രൈസസ് എന്ന് പറയും. അതാണ് ഒരിക്കൽ ഇന്ത്യയിൽ വന്നത് പാകിസ്ഥാന് വേണ്ടിയിട്ട്. അതാണ് ഇവിടെ തിരിച്ച് ഓടിച്ചത് റഷ്യയുടെ സഹായത്തോട് കൂടിയിട്ട്. അമേരിക്കയുടെ 5ാം ഫ്ലീറ്റ്, അതിൻ്റെ കേന്ദ്രം അത് ഇവിടെ നിന്നാണ് അതിനകത്തുള്ള എല്ലാ സിസ്റ്റംസിനെയും നിയന്ത്രിക്കുന്നത്. കപ്പലിലൂടെ കിടന്ന് അമേരിക്ക നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങളുടെ അവിടെ നിന്ന് ആയിക്കോട്ടെ. F-16, F-22, F-35 ഗണത്തിലുള്ള കൂടുതൽ വിമാനങ്ങൾ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അവിടേക്ക് കൂടുതൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ് അമേരിക്ക. അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് 30 യുദ്ധവിമാനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. യൂറോപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ അപർണ കുറുപ്പോ ഏതോ ഒരു പെണ്ണിൽ നിന്ന് പറയണ്ടായിരുന്നു യൂറോപ്പ്. അതൊക്കെ നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, നമ്മൾ യൂറോപ്പ് എന്നല്ലേ കേട്ട് പഠിച്ചിട്ടുള്ളൂ. അവർ യൂറപ്പ് ഓരോ വൃത്തികെട്ട്. ഇവരുടെ മനസ്സിലൊക്കെ നിൽക്കുന്നത് ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇംഗ്ലണ്ടിൽ പോയി കഴിഞ്ഞാൽ അവർ ഗുഡ് മോർണിംഗ് തന്നെ പറയാം, 6 ചേർത്താ പറയാം ഗുഡ് മോർണിംഗ്. പക്ഷെ നമ്മളിവിടെ ഗുഡ് മോർണിംഗ്. അത് ഈ വായയുടെ വലുപ്പം, ചുണ്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് ഭാഷകൾക്ക് രൂപാന്തരം വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു മാത്രം യൂറപ്പല്ല, നമ്മൾ യൂറോപ്പ് എന്നാണ് പഠിച്ചിട്ടുള്ള ആ പെണ്ണിനോട് പറയാണ്. അപ്പം ഏതായാലും യൂറോപ്പിലേക്ക് 30 യുദ്ധവിമാനങ്ങൾ ഈ 2-3 ദിവസം മുമ്പ് വീണ്ടും എത്തിച്ചിട്ടുണ്ട്. ആകാശത്ത് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഫൈറ്റർ വിമാനങ്ങളിൽ ഇന്ധനം കഴിയുന്നതിന് മുമ്പ് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ടാങ്കർ വിമാനങ്ങൾ വേറെ എത്തിച്ചിട്ടുണ്ട്. USS സള്ളിവൻസ്, ആർലിംഗ് ബുർക്ക് എന്നീ യുദ്ധക്കപ്പലുകൾ ഇസ്രായേലിലേക്ക് വിടുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ
തകർക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആർലിംബുർഗിനെ മാറ്റിയിട്ട് തോമസ് ഹഡ്നർ എന്ന കപ്പൽ പകരം എത്തിയിട്ടുള്ളതാണ് റിപ്പോർട്ട്. ഞാൻ ആലോചിച്ച് മറ്റൊന്നുമല്ല, ഇപ്പം ഇതുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതല്ല, ഇത് ബന്ധപ്പെട്ടതാണ്. കോഴിക്കോടിനെ സാമൂതിരിയുടെ ലോകത്തെ സംരക്ഷിക്കാൻ വേണ്ടി അതിനുവേണ്ടി മാത്രം നിലയുറപ്പിച്ച ഒരു വർഗമാണ്. അവർക്കൊരു സ്ഥാനപ്പേരുണ്ട്, മരയ്ക്കാൻ കുഞ്ഞാലിമാർ. 1-ാം കുഞ്ഞാലി, 2-ാം കുഞ്ഞാലി, അങ്ങനെ. അവസാനം കുഞ്ഞാലിയെ ചതിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഞങ്ങൾ പലതും തരാമെന്ന് പറഞ്ഞ് തലമറന്ന് എണ്ണ തേച്ചു സാമൂതിരി. അതോടുകൂടി സാമൂതിരി ആ വംശം തന്നെ അവസാനിച്ചു. സാമൂതിരിയെ ദൈവമായിട്ട് കണ്ടിരുന്ന്, അല്ലെ അതിന് തത്തുല്യമായിട്ട്, ദൈവമായിട്ടല്ല, അത്രത്തോളം ബഹുമാനത്തോടെ കണ്ടിരുന്ന കുഞ്ഞാലി സാമൂതിരി പറഞ്ഞു കീഴടങ്ങാം, അങ്ങ് പറഞ്ഞാൽ കീഴടങ്ങാം. അവിടെ വന്ന് വാള് നിലത്ത് വെച്ച ഉടനെ കയറി പിടിച്ചു. അതാരും പ്രതീക്ഷിച്ചതല്ല, കൊണ്ടുപോയി തലവെട്ടി പലയിടത്തും പ്രദർശിപ്പിച്ചു. ഈ സാമൂതിരിയുടെ ഭാഗധേയം, ഈ സാമൂതിരിയുടെ അതേ രൂപഭാവ ഭേദങ്ങൾ, അതാണോ ഇപ്പോൾ ഈ അറേബ്യൻ കൺട്രീസ് കാണിക്കുന്നത്? അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് അവർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ കയറി കാലങ്ങളേറെയായിട്ട് അവിടെ ചവിട്ടി മെതിച്ചിരുന്ന അമേരിക്കയുടെ നേരെ, അമേരിക്കയുടെ പിണിയാളായിട്ടുള്ള ഇസ്രായേലിന് നേരെ വിരൽ ചൂണ്ടിയ ഇറാന്റെ പുറകിൽ സർവവും മറന്ന് നിലയുറപ്പിക്കേണ്ടുന്ന അറേബ്യൻ കൺട്രീസ് ഇപ്പോൾ ഈ ചെയ്യുന്നതിൻ്റെ പേര് എന്താണ്? നിങ്ങൾ പറ. അമേരിക്കയ്ക്ക് നമ്മൾ അറിയാവുന്ന എല്ലാ അറേബ്യൻ കൺട്രീസിലും അവർ ബേസ് ഒരുക്കിയിട്ടുണ്ട്. ആ ബേസിലിരുന്നുകൊണ്ട് അവർ ആരെയാണ് നശിപ്പിക്കുക? ഇറാഖിനെ, ഇറാനെ, അഫ്ഗാനിസ്ഥാനെ. അവസാനം അവര് ഇന്ന് അവിടെ, നാളെ ഇവിടെ. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ ധനസമൃദ്ധിയുള്ള UAE, ഖത്തർ, അവർ എണ്ണ രാജ്യങ്ങൾ, അതാണ് അവരുടെ ആത്യന്തികമായിട്ടുള്ള നോട്ടം. പക്ഷെ അതിന് തടസ്സം നിൽക്കുന്നത് ഇപ്പോൾ ഇറാനാണ്. ആ ഇറാനെ അമർച്ച ചെയ്യാൻ എങ്ങനെ കഴിയുമെന്ന് ആലോചിച്ച് വരളി പൂണ്ട് ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ്. ആ ട്രംപിന് ആനുകൂല്യം പറയുന്നില്ല, പ്രവർത്തിച്ചു കാണിക്കുന്നു. അമേരിക്കയുടെ ബേസ് നൽകുക വഴി. ഇതിൻ്റെ അവസാനം എന്തായിരിക്കും? ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരെന്തായിരിക്കും? ഇവിടെ ഇന്നലെ കണ്ട ചില കാര്യങ്ങളുണ്ട്. ട്രംപിനും അമേരിക്കയ്ക്കും കാര്യങ്ങൾ എളുപ്പമല്ല. ഇസ്രായേലിനെതിരെ ഒന്നിലധികം പോർമുലയുള്ള മിസൈൽ ഇറാൻ പ്രയോഗിച്ചിട്ടുണ്ട്. അത് ചിന്തിച്ചെറിയിട്ടാണ് പൊട്ടുക. ആകാശത്ത് വെച്ചിട്ടാണ് പൊട്ടിത്തെറിക്കുക. 7 കിലോമീറ്റർ മേലെ വെച്ച് പൊട്ടിത്തെറിക്കും. നമ്മുടെ ഫ്ലൈറ്റൊക്കെയും പോകുന്ന ഉയരമുണ്ടല്ലോ, 7 കിലോമീറ്ററൊക്കെ, അവിടേക്കും വെച്ച് ഇതാരും പൊട്ടിത്തെറിക്കും. അതിന് പല സ്ഥലങ്ങളിലായിട്ടാണ് ഇത് ചെന്ന് വീഴുക. ഒരുപാട് ജനങ്ങൾക്കാണ് അത് ദോഷമായിട്ട് വരിക. ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ കബളിപ്പിക്കാൻ ഇങ്ങനെയുള്ള മിസൈലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ. മിസൈൽ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് ഒരു പോർമുനയ്ക്ക് പകരം പല പോർമുനകളെ തിരിച്ചറിഞ്ഞ് തകർക്കേണ്ടി വരുന്നതാണ് ഇപ്പോൾ ഈ അയൺ ഡോമിനേക്കും ബുദ്ധിമുട്ടുകളാക്കി മാറ്റുന്നത്. അയൺ ഡോം ഭേദിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൽ പലയിടത്തും നാശമുണ്ടാക്കിയിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ യുദ്ധസന്നാഹവുമായിട്ട് അമേരിക്ക പുറപ്പെടേണ്ടെന്ന് കരുതി നിൽക്കുന്നത്. അങ്ങനെ ഒരു പുറപ്പെടുകയാണെങ്കിൽ പശ്ചിമേഷ്യയെ വീണ്ടും അവർ ചവിട്ടി മെതിക്കാൻ വേണ്ടി പുറപ്പെടുകയാണെങ്കിൽ
അവർക്കുള്ള വിശ്രമ കേന്ദ്രം ഒരുങ്ങുന്നത് എവിടെയാണ്? ചിന്തിക്കേണ്ട വസ്തുതയല്ലേ? അവർക്കുള്ള വിശ്രമ കേന്ദ്രം പശ്ചിമേഷ്യയെ, അറേബ്യൻ രാജ്യങ്ങൾ അടക്കമുള്ള പശ്ചിമേഷ്യയെ കത്തിച്ചു കളയാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അവർക്കുള്ള വിശ്രമ സങ്കേതം, അവരുടെ പടക്കോപ്പുകൾ, വെടിക്കോപ്പുകൾ സൂക്ഷിക്കാനുള്ള ബേസുകൾ ആരാ കൊടുത്തിട്ടുള്ളത്? കുവൈറ്റ്, UAE, ബഹ്റൈൻ, ഖത്തർ, ഈജിപ്ത്, ഇറാഖ്, സൗദിയുടെ പേര് പറഞ്ഞോ? ഇവരൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനെ നമ്മൾ ഏത് രീതിയിലാണ് മനസ്സിലാക്കി വെക്കേണ്ടത്? ഇതിനേത് രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്? ഞാൻ കുറേ ആലോചിച്ചു, ഇന്നലെ രാത്രിക്ക് ഇങ്ങനെ ആലോചിച്ചു. അവസാനം തല വെട്ടിപ്പിളർന്നു എന്നല്ലാതെ ഉറക്കകൂളിയൊന്നും ഇവിടെ ഇല്ല. അതെടുത്ത് കഴിച്ചിട്ട് അങ്ങനെ അതെടുത്ത് കഴിച്ച് ഉറങ്ങിയേനെ. അവസാനം കാലത്ത് 3 മണിക്കാണ് ഉറങ്ങിയത്. എന്നെ നശിപ്പിക്കാൻ ഞാൻ എൻ്റെ കയ്യിലൊരു വാക്കത്തി എടുത്തിരിക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഞാൻ എന്നെ തന്നെ വെട്ടുകയാണ് ചെയ്യുന്നത്. എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് പറയാൻ കഴിയുക അവിവേകം. അമേരിക്കയ്ക്ക് അറേബ്യൻ രാജ്യങ്ങൾ ബേസ് കൊടുത്തത്, അതിന് കാരണം എന്താ? എനിക്ക് പറയാൻ കഴിയുന്നത് അവിവേകം. കുറച്ചുകൂടി കയറ്റി പറഞ്ഞാൽ ഭ്രാന്ത്. അല്ലാതെന്താ?